ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മിർജാൻ ഫോർട്ടിലെ പ്രത്യേകതകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ഗൈസ് മിർജാൻ ഫോർട്ട്. കർണാടകയിലെ ഉത്തര കന്നഡ ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നുള്ളത്. ഇവിടുത്തെ മൊത്തം വിഷ്വൽസൊന്നും ഞാൻ കാണിച്ചു തരാം. ഇവിടെ എൻട്രി ഫീസൊന്നുമില്ല. മാംഗ്ലൂരിൽ നിന്ന് 211 കിലോമീറ്ററാണ് മിർജാൻ ഫോർട്ടിലേക്കുള്ള ദൂരം. ഗോവയിൽ നിന്നാണെങ്കിൽ 154 കിലോമീറ്ററാണ്. ഈ ഫോർട്ടിൻ്റെ എൻട്രൻസ് നിങ്ങൾക്കൊരു വലിയ ബോർഡ് കാണാൻ സാധിക്കും. ആ ബോർഡിൽ ഈ ഫോർട്ടിലെ ഹിസ്റ്ററി ഒക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 16-ാം നൂറ്റാണ്ടിലെ ഫോർട്ടാണ് ഈ കാണുന്ന മിർജാൻ ഫോർട്ട്. രണ്ടാമതൊരു കാര്യമെന്ന് പറയുന്നത് പെപ്പർ ക്വീൻ. അതായത് ഈ ഫോർട്ടിനെ ഭരിച്ചുകൊണ്ടുണ്ടായിരുന്നത് ഒരു റാണിയാണ്, ഒരു ക്വീനാണ്. ആ റാണിനി പെപ്പർ ക്വീൻ എന്ന് പേര് വരാനുള്ള കാരണം ഈ ഫോർട്ടിൽ നിന്ന് ഈ പെപ്പറൊക്കെ, അതായത് കുരുമുളകൊക്കെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്താണ് ഏകദേശം കുരുമുളകൊക്കെ കൂടുതൽ ഉൽപ്പാദിച്ചു കൊണ്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് വാങ്ങാനും പുറത്തുള്ള രാജ്യങ്ങളൊക്കെ തയ്യാറായിരുന്നു. അതായത് ഡിമാൻഡഡ് സാധനമായിരുന്നു. ഈ പെപ്പറൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ടാണ് പോർച്ചുഗീസ് പെപ്പർ ക്വീൻ എന്ന് പേരിട്ടത്. ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകതകൾ. ഇനി ഞാൻ നേരെ അകത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇനിയൊരു കാര്യം കൂടി, ഈ ഫോർട്ടിനകത്ത് നിങ്ങൾക്ക് 2 കേവ്സ് കാണാൻ സാധിക്കും. അതെന്തിനാ വെച്ചാൽ ഈ കുരുമുളകൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ, അതായത് സൂക്ഷിച്ച് വെക്കാനും ഒളിപ്പിച്ച് വെക്കാനും യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന കേവ്സാണ്. പിന്നെ പീരങ്കികളും ഇതിനകത്താണ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഫോർട്ടിലെ ടൈമിങ്സ് എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. ഈ ഫോർട്ടിൽ 2 കിണറുകളും കാണാൻ സാധിക്കും. ഈ കിണറിലെ വെള്ളമാണ് ഇവർ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. ഇതിലൂടെയാണ് ആ കിണറിലേക്ക് പോകാനുള്ള വഴി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.